യെസ്, വളരെ സുപ്രധാനമായ ഒരു വാർത്തയിലേക്കാണ് വരുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ ഇഡിയുടെ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മാസപ്പടി കേസിലാണ് നിലവിൽ ഈ റെയ്ഡ് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ പിണറായി വിജയന്റെ വീട്ടിൽ ഇപ്പോൾ ഇഡിയുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് നിരവധി തവണ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. കഴിഞ്ഞ ദിവസം CMRL-ലുമായൊക്കെ ബന്ധപ്പെട്ട് CBI അന്വേഷണം ആവശ്യമില്ല തുടങ്ങിയ ഹർജികളൊക്കെ തള്ളിയൊരു സാഹചര്യം കൂടി ഉണ്ടായത്. സേഫ് സൈലാബ്ദിയിലേക്കാണ്. സേഫ, വളരെ സുപ്രധാനമായ ഒരു വാർത്തയിലേക്കാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് സേഫ? നമുക്ക് പ്രാഥമികമായിട്ട് നൽകാൻ കഴിയുന്നവരുടെ SFIO കേസുമായി ബന്ധപ്പെട്ടാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ജിൽസി. അതിനകത്ത് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അല്പസമയത്തിനകം തന്നെ നൽകാൻ കഴിയും. കുറച്ച് മുമ്പാണ് ഇവിടെ ED ഉദ്യോഗസ്ഥർ എത്തിയത്. ഇപ്പോൾ കേന്ദ്രസേനയുടെ അടക്കം സുരക്ഷ നമ്മൾ കാണുന്നുണ്ട്. കുറച്ച് സമയം മുമ്പ് രാവിലെയോട് കൂടിയാണ് പിണറായി വിജയന്റെ ബേക്കറി ജംഗ്ഷനിലുള്ള വീട്ടിൽ ED റെയ്ഡിന് വേണ്ടി ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്നത്. SFIO അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് ഇതിന്റെ പരിശോധന നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് അദ്ദേഹവുമായി കണക്ട് ചെയ്തിട്ടല്ല, അദ്ദേഹത്തിന്റെ മകൾ വീണ വിജയനുമായി കണക്ട് ചെയ്തിട്ടാണ്. വീണയുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള കേസാണത്. അവർ CMRL സേവനം നൽകാതെയാണ് അവർക്ക് പണം നൽകിയതെന്നടക്കമുള്ള വിവരങ്ങളാണ് നേരത്തെ പുറത്തു വന്നത്. SFIO അതിനകത്ത് അന്വേഷണം നടത്തുകയും ചെയ്തു. അതിനകത്ത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിലടക്കം CMRL നൽകിയ ഹർജി അത് തള്ളിക്കളയുകയും ചെയ്തിരുന്നു. അങ്ങനെ വിവിധ തരത്തിലുള്ള കേസന്വേഷണവും വിവിധ തരത്തിലുള്ള പരിശോധനയും എല്ലാം പല ഘട്ടങ്ങളിലായി നടന്നു വരുന്നതിനിടയിലാണ് ഈ ബേക്കറി ജംഗ്ഷനിലെ വീട്ടിൽ, പിണറായി വിജയന്റെ വീട്ടിൽ EDയുടെ പരിശോധന നടക്കുന്നത്. രാവിലെയാണ് പരിശോധന ആരംഭിച്ചത്. അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അദ്ദേഹവും മകളും ഭാര്യയുമെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഇന്ന് രാവിലെയോടുകൂടി നോട്ടീസ് നൽകിയിട്ടാണോ എത്തിയത് എന്ന കാര്യത്തിലൊന്നും വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും വലിയ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്കതിനെ കണക്കാക്കാൻ കഴിയും. എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ, എന്തിനു വേണ്ടിയാണ് ED റെയ്ഡ് എന്നടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായ വിവരം അനുസരിച്ച് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇതിനകത്ത് പരിശോധന നടക്കുന്നതെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ജിൽസി. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അല്പസമയത്തിനകം തന്നെ നൽകാൻ കഴിയും. എന്തായാലും മാസപ്പടി കേസിൽ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെടുകയോ ചെയ്തിട്ടുള്ള ആളല്ല പിണറായി വിജയൻ. അദ്ദേഹത്തിന്റെ മകളുമായി ബന്ധപ്പെട്ടാണ് കേസ് അന്വേഷണവും മറ്റും നടക്കുന്നത്. അതിൽ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഈ കേസിൽ CMRL നിന്ന് പണം കൈപ്പറ്റിയത് സേവനങ്ങൾ നൽകാതെയാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങളടക്കം ഉയർന്നു വന്നിരുന്നു. അത് പരിശോധിക്കുകയും ചെയ്തു. SFIO അത് പരിശോധിക്കുകയും ഗുരുതരമായ കുറ്റകൃത്യമാണ് എന്ന് കരുതിക്കൊണ്ടാണത് സ്പെഷ്യൽ ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റിനെ ഏൽപ്പിച്ചുകൊണ്ട് അതിനകത്ത് പരിശോധന നടന്നത്. അതിന്റെ വിവിധ തരത്തിലുള്ള കോടതി നടപടികൾ വിവിധ കോടതികളിൽ പുരോഗമിച്ചു വരികയാണ്. വീണ നൽകിയ ഹർജി അടക്കം വിവിധ കോടതികളുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്. എന്തായാലും സർക്കാർ മാറി കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ പിണറായി വിജയന്റെ വീട്ടിലേക്ക് ED എത്തുന്നു. ED എത്തി അതിനകത്ത് പരിശോധന നടത്തുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രാധാന്യം.